ഹായ്, ഞാനിപ്പോ സെൻട്രൽ ഏഷ്യൻ രാജ്യമായ ഉസ്ബെക്കിസ്ഥാനിലാണ് ഉള്ളത്. വെക്കേഷൻ ട്രിപ്പ് ഒന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ കാണാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് വന്നതാണ്. വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? പലപ്പോഴും നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ലേ, ഈ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളത്. തണുപ്പുള്ള രാജ്യങ്ങളിൽ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ആരാണ്? ഈ നാട്ടിൽ ജീവിക്കുന്ന കുട്ടികളല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കുട്ടികളോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞതിന് പ്രകാരം തണുപ്പ് രാജ്യത്ത് നമുക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയോ? വിന്റർ വരുന്ന സമയത്ത് അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കണം. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് നോക്കൂ, പലതരത്തിലുള്ള വസ്ത്രങ്ങളുടെ മുകളിലാണ് നിങ്ങൾ ഈ കാണുന്ന പച്ചക്കോട്ട് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ഒന്നും വരാനില്ല. കാരണം ഇത്തരം തണുപ്പിൽ നമ്മൾ ജീവിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത്തരം തണുപ്പിൽ വരുമ്പോൾ എന്തോ പറ്റും, പെട്ടെന്ന് നമ്മുടെ ബോഡിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനനുസരിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ അസുഖം പിടിച്ചിട്ട് അവിടെ കിടക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം വരാനില്ല. ഇനി വേറൊന്ന് ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ കാണുന്ന പോലെ മഞ്ഞാണ് ഇവിടെ 12 മാസമൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. മിക്സഡ് ക്ലൈമറ്റ് ആണ്. ചൂട് വരുമ്പോഴത്തേനും നല്ല ചൂടിലേക്കും പോകുന്നുണ്ട്, തണുപ്പ് വരുമ്പോഴത്തേനും നല്ല തണുപ്പിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചൂടും തണുപ്പും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും എക്സ്ട്രീമിൽ നമ്മൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് മാത്രം, ഏത് രാജ്യത്തേക്കാണോ നിങ്ങൾ പോകുന്നത് ആ രാജ്യത്തിന്റെ ക്ലൈമറ്റിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അതിനൊരു ഉപേക്ഷ വിചാരിക്കരുത്, ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അല്ല എങ്കിൽ ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഓക്കെ. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.